സ്നേഹത്തിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും മുമ്പിൽ പോയി യാചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് യാചിച്ച് നിന്നിട്ടുണ്ടോ? അതെ, ഞാനിന്ന് സംസാരിക്കുന്നത് ആ ടോപ്പിക്ക് തന്നെയാണ്, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള യാചന. നമ്മൾ ഇന്ന് ദുനിയാവിൽ അല്ലെങ്കിൽ ഇതുവരെ വന്ന നിമിഷങ്ങളിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ആ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ടോ? അത് അനുഭവിച്ചവർക്കേ അറിയാവുള്ളൂ അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന്. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരും, അല്ലേ? നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർ, നമുക്കവരെ വിട്ടുപിരിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതുന്നവർ. അതെ, അത്തരം ചിലർ നമുക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഡിപ്പെൻഡായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? അവരില്ലാണ്ട് നമുക്ക് പറ്റില്ല എന്നൊരു കൺസെപ്റ്റ്. അവരില്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അവർ വേണം എൻ്റെ കൂടെ, എന്ത് കാര്യം പറയാനും എനിക്ക് അവരോട് പറഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ, വേറെ ആരിരുന്നാലും എനിക്ക് പറ്റത്തില്ല എന്നൊരവസ്ഥയാണോ? അതെ, ചിലർക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരും. ആകസ്മികമായിരിക്കും കേട്ടോ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവരുടെ വരെ. പക്ഷെ അവർ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഒരുപാട് മാറ്റങ്ങൾക്കൊക്കെ കാരണമാകും. അൽഹംദുലില്ലാ, അവർ നമ്മളെ കേൾക്കും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഓരോ പരിഹാരം പറഞ്ഞുതരും. ചിലപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ മുന്നിട്ടിറങ്ങുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരോട് പെട്ടെന്നൊരു സ്ഥാനമൊക്കെ പിടിക്കും. അങ്ങനെ കുറേ കാലങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നിൽക്കുന്ന മനുഷ്യനല്ലേ, കാലമല്ലേ, മാറും, മറിയും, മറക്കും, മരിക്കും. ഇതൊക്കെ ഒരു ലോകത്തിൻ്റെ ഒരു തത്വമാണ്, യൂണിവേഴ്സലായിട്ട് പറയുന്ന ഒരു ട്രൂത്താണ്. ചിലർ വരും, പൊടുന്നനെയായിരിക്കും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, നമുക്ക് കൂടെ എന്നും ഉണ്ടാവും എന്നുള്ള തോന്നലുണ്ടാവും. പക്ഷേ അവർ നമ്മളെ വിട്ടുപോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ മുതലാണ് ടാസ്ക്. ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇവർ പെട്ടെന്ന് വരും, അല്ലേ? പിന്നെ ഒറ്റപ്പെടുത്തി പോവുകയും ചെയ്യും. എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, പ്ലീസ് അയാൾ ഒറ്റയ്ക്ക് തന്നെ ഒന്നിരുന്നോട്ട് പോയിക്കോട്ടെ. കാരണം അയാൾ ഒറ്റയ്ക്കിരിക്കുന്നതാണ് നിങ്ങൾ വെറുതെ കൂട്ടുകൊടുത്തിട്ട് അയാളെ ഒന്നും വിഷമിപ്പിക്കാൻ പോവല്ലേ എന്ന് എനിക്കും പറയാനുള്ളത്. എന്തെന്നറിയോ, നമ്മുടെ ജീവിതത്തിലോട്ട് അത്രക്കാർ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവരില്ലാണ്ട് പറ്റില്ല എന്നൊരു തോട്ടിലോട്ട് ഇപ്പുറത്തെ വശത്തെ ആളായിപ്പോവും. അതായത് കൂടെ നിൽക്കുന്ന ആൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആൾ, അവരില്ലാണ്ട് ജീവിതം മുമ്പോട്ട് പോകത്തില്ല. ഇതെങ്കിലും ഒരവസ്ഥ വരുമ്പോൾ എന്നെ മനസ്സിലാക്കണേ, എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് യാചിച്ച് പോകുന്നൊരവസ്ഥ ഏറ്റവും എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയാണിത്, അല്ലേ? നമ്മൾ യാചിച്ച് മേടിക്കുന്ന എന്തെങ്കിലും അധികം നാൾ നിൽക്കുമോ? ഇല്ല. യാചിച്ച് കിട്ടുന്നത് അത് സ്നേഹമായാൽ പോലും വേണ്ട എന്ന് കരുതിയിട്ട് സ്വയം ഒന്ന് നടന്നു നോക്കുക. അയാൾക്ക് എന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ അയാളുടെ പുറകെ ഞാൻ പോകുന്നതിനേക്കാളേറെ ഞാൻ മൗനമായിട്ടിരിക്കുന്നതാണ് ആ പുള്ളിക്ക് ഇഷ്ടമെങ്കിൽ മൗനമായിട്ട്